സാറേ, ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായി ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ബംഗ്ലാദേശ് കഴിഞ്ഞു, ഇനി അടുത്തത് ഇന്ത്യയാണ് എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനെ ആ രീതിയിൽ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്? അടുത്തത് ഇന്ത്യയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? ബംഗ്ലാദേശ് ടാർഗറ്റ് അല്ല. ബംഗ്ലാദേശും ശ്രീലങ്കയും പിന്നെ നേപ്പാളും ഒന്നും ടാർഗറ്റ് അല്ല. ടാർഗറ്റ് ഇന്ത്യയാണ്. അതിന് കാരണം അത്രയേ ഉള്ളൂ. അടുത്ത ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന രണ്ട് ശക്തികൾ, ഒന്ന് ഇന്ത്യയും ഒന്ന് ചൈനയാണ്. അമേരിക്കയോട് സൈനികമായിട്ട് ഇന്ത്യയും ചൈനയും മത്സരിച്ചെത്താൻ ഇനിയും ചിലപ്പോൾ 50 വർഷം കഴിയേണ്ടി വരും. പക്ഷേ സാമ്പത്തികമായിട്ടെത്തും. ഒപ്പം നിൽക്കാൻ പറ്റും. പൊളിറ്റിക്കലി സ്ട്രോങ് ആവുകയും ചെയ്യും. ഇന്ത്യയുടെ വോയിസ് ചിലപ്പോൾ UN എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വളരെ ക്രെഡിബിളായിട്ട് മാത്രമല്ല, ഇപ്പം ലോകത്തിൻ്റെ മറ്റു പല സ്ഥലം, ഇപ്പം ഹരേ രാമ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ്, ഇതൊന്നും മുസ്ലിംസ് അല്ല, ഈ ഹിന്ദുക്കൾ പൈസ കൊടുത്ത് പ്രചരിപ്പിക്കുന്ന മൂവ്മെൻ്റ് അല്ല, പാൽപ്പൊടി കൊടുത്ത് പ്രചരിപ്പിക്കുന്ന മൂവ്മെൻ്റ് അല്ല, ആത്മീയ പ്രസ്ഥാനങ്ങളാണ്. ഇതൊക്കെ യൂറോപ്പിന് ഭയങ്കര പ്രചാരം കിട്ടുന്നുണ്ട്, ഇന്ത്യയും യൂറോയ്ക്കൊക്കെ, യൂറോപ്പിനും അമേരിക്കയിലും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ പലരും ഇതിനെയൊക്കെ ഈ ക്രൈസ്തവരും മുസ്ലിംസും കാണിക്കുന്നത് പോലെയുള്ള ഇവാഞ്ചലിക്ക വർക്കാണ് ഇവർ കാണിക്കുന്നത്. നാളെ ഹിന്ദുക്കൾ ലോകം കീഴടക്കുന്നുള്ള പേടിയുണ്ട്. ഹിന്ദുക്കൾ അങ്ങനെ അജണ്ട ഇല്ല, RSSന് പോലും അങ്ങനെ അജണ്ട ഇല്ല. മറിച്ച് ഇതിന് ഈ ആയുർവേദം പോലെ ഹിന്ദുമതം ഹിസ്റ്റോറിക്കലല്ല, നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന സാധനം. ആരും കൃത്യമായി ഉണ്ടാക്കിയൊരു സാധനമല്ല അത് ലിവിങ് ട്രഡീഷനാണ്, നിരന്തരം പുതുക്കി പോകുന്നത്. അപ്പോൾ യൂറോപ്യൻസിന് അത് കൂടുതൽ എളുപ്പം മനസ്സിലാവും. ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യക്കാർക്ക് മനസ്സിലാവില്ല. കാരണം പട്ടിണിയും ദാരിദ്ര്യമൊക്കെ കഴിഞ്ഞൊരു മനസ്സിന് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് യോഗയും അതുപോലെ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് വലിയ താല്പര്യം. കാരണം അവർ ഈ പട്ടിണിയൊക്കെ കഴിഞ്ഞ് സൂചിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവരെ അടുത്ത ആത്മീയമായ ചോദ്യങ്ങളാണ്. അതിന് അവരുടെ മതങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല. ഒരു മെഡിറ്റേഷൻ കൊട്ടിപ്പാട്ടുമൊക്കെ ഇന്ത്യൻ ട്രഡീഷനിൽ അതല്ല, ഒരുപാട് വഴികളുണ്ട്, യോഗ ഉൾപ്പെടെയുള്ള. അപ്പം ഇത് അവരെ പേടിപ്പിക്കുന്നുണ്ട് ഒരു ഘടകം. അതൊരു കൾച്ചറലായിട്ട്. അപ്പം ഒരു ഓൾട്ടർനേറ്റീവ്, ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനെതിരെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഹിന്ദുമതം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബുദ്ധമതം ആ രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പം ബുദ്ധമതത്തിന് അണ്ടറിലുണ്ടായിരുന്ന കുറേയപ്പം ക്രിസ്തുമതവൽക്കരിക്കപ്പെട്ടു, അമേരിക്കയിൽ ചങ്ങാത്തം കൂടി. അപ്പോൾ ബുദ്ധമതം ബാക്ക് ഫുട്ടിലായി. പിന്നെ ബുദ്ധമതത്തിൻ്റെയൊക്കെ എലിമെൻറ്റ് പോയിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഒരുപക്ഷെ ലോകത്തെ എല്ലാ മതങ്ങളുടെയും ആദ്യ രൂപം ആണ് ഹിന്ദുമതം. എന്നുവെച്ചാൽ ഹിന്ദുമതം ആണെന്നാണ് ഈ മതങ്ങൾ ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഹിന്ദുമതം പോലെ പ്രകൃതിയിൽ അധിഷ്ഠിതമായ മതങ്ങളാണ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ മാത്രമേ എപ്പോഴും ആ രീതിയിൽ പ്രിസേർവ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അറിയാലോ, ബുദ്ധമതമൊക്കെ റിഫോം ചെയ്ത് അതിൻ്റെ തന്നെ വേറെ രൂപത്തിലേക്ക് പോയി. ജപ്പാനിലാണ് ഷിൻഡോയിസം ഈ രീതിയിലുള്ളൊരു മതമാണ്. പക്ഷേ അവിടെ മറ്റു മതങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ യൂറോപ്പിലും പിന്നെ പശ്ചിമേഷ്യയിലൊക്കെയാണ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റി വന്നു. ഒന്നീ സമാധാനപരമായി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വഴിയിലൂടെ അവർ ആ പ്രദേശത്തെ ആ സംസ്കാരത്തെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അത് ജീസസിൻ്റെ വഴിയൊന്നുമല്ല. സമാധാനത്തിലൂടെയുള്ള വഴി എന്ന് വെച്ചാൽ ജീസസിൻ്റെ വഴിയല്ല. പക്ഷേ ആയുധെടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ ഷാർലിമേനൊക്കെ, അത് ജീസസിൻ്റെ വഴിയല്ല. അങ്ങനെ ഈ രണ്ടു കൂട്ടരും സൂഫികൾ വഴിയും സന്യാസികൾ വഴിയും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരം സിവിലൈസേഷൻ ലോകത്തെല്ലാം നശിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതൊരു വലിയ ഓൾട്ടർനേറ്റീവ്. ഇതിൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ഇവോൾവ് ചെയ്തതാണ്, ഇതാ യാന്ത്രികമായിട്ട് വന്നതല്ല. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അടുത്ത ഇക്കോണമി ആയിട്ട് മാറും. അപ്പം ഈ രണ്ട് കാര്യം വെച്ചുകൊണ്ട് അവർ ആദ്യമേ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തതാണ്. ആദ്യമേ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇന്ത്യ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും പണക്കാൻ നിന്ന് അവർക്ക് പെട്ടെന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ നടന്നിട്ടുള്ള ക്രൈസ്തവവൽക്കരണത്തെ കോൺഗ്രസ് അവഗണിച്ച് വെച്ചത്. ഇത് ആദ്യം ക്രൈസ്തവവൽക്കരിച്ച പ്രദേശത്തെ, എന്നിട്ടാണ് ഇപ്പോൾ അവിടെ രാജ്യം ഉണ്ടാക്കാൻ നോക്കുന്നത് അമേരിക്ക. ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെടുത്തണ്ടേ. രാജ്യത്തിൻ്റെ പേര് ചിലപ്പം ക്രിസ്ത്യൻ പേരൊക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണ്ട. എനിക്ക് വലിയ റെസ്പെക്റ്റുള്ള ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റിയും. ക്രിസ്ത്യാനിറ്റി ജീസസ്, ബൈബിൾ, പുതിയ നിയമം. എനിക്ക് ഞാൻ എവിടെ നോക്കിയിട്ടും നെഗറ്റീവായിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു, ആ പല സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ തലയാത്തിരിക്കണമെന്നൊക്കെ കുറഞ്ഞേക്കുള്ള കത്ത് പറയുന്ന ഒരു കാര്യം വെച്ച് ഞാൻ വേറെ എവിടെയും ഒരു നെഗറ്റീവും കണ്ടിട്ടില്ല. അത് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് തെറ്റുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്ത് പറയുന്നത് മനസ്സിലായോ. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഭ ഉണ്ടാക്കുകയാണ്, ഒരു രാജ്യം ഉണ്ടാക്കുകയാണ്, ഈസ്റ്റ് തിമോർ പോലെ. അപ്പം കോൺഗ്രസ് എന്തുകൊണ്ട് അവഗണിച്ചു എന്ന് വെച്ചാൽ കോൺഗ്രസ് കൺസേൺഡ് അല്ലായിട്ടല്ല. കൺസേൺ പ്രശ്നം കോൺഗ്രസ് അതിലും കൂടി തല വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പാകിസ്ഥാനും ചൈനയും വെച്ച് നമ്മളടിച്ച് നമ്മളില്ലാതായിക്കളയും. അന്ന് നമുക്ക് ഇത്രയും കെട്ടുകൊപ്പം വന്നിട്ട് രാജ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 47 ശേഷം ആണ് ആ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലല്ല ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ്, മിസോറാം, നാഗാലാൻഡൊക്കെ ഇവരുടെ കാലഘട്ടത്തിൽ, കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ. അതിന് കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ RSS ഇത് മനസ്സിലാക്കിക്കൊണ്ട് RSS അതിൻ്റെ കൗണ്ടർ ആക്ഷൻ അന്നേ തുടങ്ങി. ഏകാധ്യാപ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചോട്ട് ആ പ്രദേശത്ത്. അങ്ങനെയാണ് ആസാമൊക്കെ അവർ പിടിച്ചെടുക്കുന്നത്.
ഇപ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ അത് ഒരു ആ പ്രദേശം അതിനോട് ചേർന്നില്ല. കുക്കി പ്രദേശങ്ങൾ ബംഗ്ലാദേശിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഈ ബർമയിലുണ്ടല്ലോ. ഈ പ്രദേശങ്ങൾ കൂട്ടി അവർക്ക് ഒരു ഭൂരിപക്ഷ പ്രദേശം ഉണ്ട് അവിടെ. അതിപ്പം ഒരു രാജ്യമാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അന്നത്ര എളുപ്പമല്ല. ഇന്ത്യ ശക്തമായ രാജ്യമായി മാറിക്കഴിഞ്ഞു. ചൈനയ്ക്കും അങ്ങനെ രാജ്യം അവിടെ വരുന്നത് താല്പര്യമില്ല. എന്ന് ചൈനേനെ ഇന്ത്യനെ ബർമേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ക്രിസ്തുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പരിപാടി. അപ്പോൾ ഒന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരിപ്പം ചെയ്യുന്ന പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പം മുസ്ലിങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ആരെന്ന് വെച്ചാൽ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ഇത് കുരിശുയുദ്ധമെന്നാണ് ജോർജ് ബുഷ് പറഞ്ഞത്. പക്ഷേ മുസ്ലിംസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ലോകത്തുള്ള പുരോഗമന സമൂഹങ്ങളെ ഏഷ്യ തകർത്ത് കളഞ്ഞത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വരുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാൻ വളരെ പ്രോഗ്രസീവായിരുന്നു. അവിടുത്തെ ലേഡീസൊക്കെ ഇന്ത്യൻ ലേഡീസിനെക്കാട്ടും പ്രോഗ്രസീവായിരുന്നു. അവിടെ ഈ താലിബാൻ എന്നുള്ള സാധനത്തിൽ ഉണ്ടാക്കിയ അമേരിക്ക വിത്ത് സൗദിനെയും പാകിസ്ഥാനെയും ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ സോവിയറ്റ് റഷ്യനെ അടിച്ചോടിച്ചു. അവിടെയുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഹെഗ്മത്തിയരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹെഗ്മത്തിയർ എന്ന് വെച്ചാൽ ഇവരെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഇത്ര താലിബാൻ പോലെ റിഗ്രസീവ് ആയിരുന്നില്ല അത്. എന്ന് താലിബാൻ അവിടെ കൊണ്ടുവന്ന അമേരിക്കയാണ്. ഈ താലിബാൻ തിരിച്ച് അവരെ ഈ മതഭ്രാന്ത് ഇവരുണ്ടാക്കിയിട്ട ഭൂതം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ എന്താണ് ലൂസിഫർ ദൈവത്തിൽ നിന്ന് മോചിതനായതുപോലെ, അല്ലെങ്കിൽ രണ്ടും പറയുമല്ലോ, ഏത് ആളുടെ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ ആദം ദൈവത്തിൽ നിന്ന് ചാടി വന്നതുപോലെ ഇവർ സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാക്കാൻ നോക്കി. അവർ അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? അമേരിക്ക അവരെ തോൽപ്പിച്ചു. തിരിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് അഫ്ഗാനിസ്ഥാൻ അവരെ തന്നെ കൊടുത്തു. ഒരു പെർമനൻറ്റ് തലവേദന നമ്മളെ ബോർഡറിലിട്ട്. ഇനി അവരുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതേ പ്ലാൻ അവരെടുക്കും. കാരണം ഇന്ത്യയിൽ 18 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ് ഇന്ത്യ. താരതമ്യേന ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പല സ്ഥലത്തെ മുസ്ലിങ്ങളെ വെച്ചിട്ട് നമ്മൾ ഫാർ ബെറ്റർ, എസ്പെഷ്യലി കേരളത്തിൽ. എനിക്ക് ഇന്ത്യക്ക് ഈ ആൻറ്റി ഇന്ത്യൻ സാധനങ്ങൾ കേരളത്തിൽ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുക. കാരണം ലോകത്ത് ഏറ്റവും മുസ്ലിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയുന്നത് മക്കയിലോ തുർക്കിയിലോ അല്ല, കേരളത്തിലാണ്. മലബാറിലൊന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. അവർക്ക് നമുക്കൊന്നും ഒരിക്കൽ തന്നെ നമ്മൾ വേറൊരു മതത്തെ അങ്ങനെ ഫീലേ വന്നിട്ടില്ല. എന്നിട്ടാണ് ഇവന്മാർ ഓരോ കാര്യം പറഞ്ഞത് ആൻറ്റി ഇന്ത്യൻ ഈ പറയുന്നവർ ആൻറ്റി RSS, ആൻറ്റി മോഡി എന്നൊക്കെ. ഇവർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ പറഞ്ഞു. ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നതല്ല, ഇത് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടീമാണ് കണക്കുകൾ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ മുസ്ലിം സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ സെക്യുലർ ആയിട്ടുള്ള ആളുകളെ കൂടി ഈ പൊപ്പഗാൻഡയുടെ കൂടെ നിർത്തുക. ഒന്നുകിൽ ആശയപരമായിട്ട് സ്വാധീനിക്കുക, സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാധീനിച്ചിട്ട് എന്ത് ചെയ്യുക? അവരെ ഇതിൻ്റെ കൂടെ നിർത്തിയിട്ട് ഇവിടെ ഇപ്പോൾ അത് ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ കാണുന്ന ആദ്യകാലത്ത് കോൺഗ്രസിനായിരുന്നു. പിന്നെ ഒരു കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റുകാർ അവർ കണ്ടതെന്ന് വെച്ചാൽ ഗ്ലോബൽ ശത്രുവായിട്ടാണ്. ഇവിടെ ഒരു ശത്രു അവർ കാണുന്ന RSSനെയാണ്. RSS അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, RSS തിരിച്ചു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതേലും വേദം. പക്ഷേ അവർ RSS എല്ലാ കാലത്തും അവരുടെ അജണ്ടയ്ക്ക് എതിരാന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് RSSന് ഇന്ത്യനെ സ്വന്തം കാലിൽ നിർത്തിയിട്ട് സംസ്കാരം ഉണ്ടായി ശക്തമായ രാജ്യമാക്കുക എന്നുള്ള ഇതൊന്നും അവർക്ക് പിടിക്കില്ല. സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ഇക്കണോമിക്കലി അവരുമായിട്ടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കുറയും. ശക്തമായ രാജ്യമാകുമ്പോൾ നമ്മുടെ ആക്സെപ്റ്റൻസ് കൂടുതൽ കൂടും. അപ്പോൾ ഇതൊക്കെ അവർക്ക് പേടിയാണ്. അപ്പോൾ അതിനവർ ചെയ്യുന്ന ഇതാണ് ഈ മുസ്ലിം കാര്യം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിംസിനെ കുത്തിയിളക്കി വിട്ടുകൊണ്ട്, കൂടെ മണിപ്പൂരിലൊക്കെ ചെയ്ത പോലെ ക്രിസ്ത്യൻസിനെ കുത്തിയിളക്കി വിട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. അതിനിവിടെ സെക്യുലർ ആയിട്ടുള്ള ഞാനൊക്കെ അതുകൊണ്ടല്ല ശക്തമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ ഒറ്റയ്ക്കൊരു കക്ഷി ഭൂരിപക്ഷത്തിൽ വരികയും മറ്റ് താല്പര്യങ്ങൾ ദേശീയ താല്പര്യം മാത്രമുള്ള നേതാവ് വരുമ്പോൾ അവർക്ക് പേടി. നെഹ്റുവിന് അതിൻ്റെ വലിയ പേടിയുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അവസാനം അവരെ കൊന്നു കളഞ്ഞത്. കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ കൊന്നു കളഞ്ഞു. അതിന് തോൽപ്പിച്ചൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അതിൽ അവർ പീഡിച്ച് അവർ കൂടുതൽ ശക്തിയായി. പിന്നെ അവർ കൊന്നു കളഞ്ഞു. ഇപ്പോൾ മോഡി അതുപോലെ അതിനുശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി മോഡിയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമല്ലാത്തത് നോക്കണ്ട, അത് RSS വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അപ്പം മോഡിക്കെതിരെ ഇങ്ങനെ മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ പല വിഭാഗങ്ങളിലെ ആളുകൾ, ഈ പ്രാദേശിക പാർട്ടികൾ, ദ്രാവിഡ മുന്നേറ്റ കഴകം, മറാഠ പാർട്ടികൾ, നോർത്ത് ഈസ്റ്റിലെ പാർട്ടികൾ, പഞ്ചാബിലെ പാർട്ടികൾ, ഇവരെല്ലാം കുത്തിയിളക്കി വിടുക. മുസ്ലിം പ്രശ്നം ഇൻ്റർനാഷണൽ വിഷയമായിട്ട് ഉന്നയിക്കുക. മുസ്ലിങ്ങൾക്കെതിരെ 1-2 കലാപമൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കും. എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മളെ ഗ്ലോബലി സാങ്ഷൻ വരും. മൈനോറിറ്റി റൈറ്റ്സ് അടിച്ചമർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളെ കഷ്ടപ്പെടുത്തും. എന്നിട്ട് ഈ അൺട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാമ്പത്തിക പെർസെൻറ്റേജ് സൈന്യത്തിനൊന്നും ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോൾ സൈന്യത്തിന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സമയം സൈന്യം ചിലപ്പോൾ ആക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അഗ്നിവീറിനെയൊക്കെ ഇറക്കിയത്. എന്ന് വെച്ചാൽ അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദേശസ്നേഹികളായ പിള്ളേർ നമുക്ക് വേണമല്ലോ. അപ്പോൾ സൈന്യത്തെ കുറച്ച് ഇനാക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക, എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ശക്തമായ പ്രക്ഷോഭം ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഭയങ്കര ആദ്യം RSSനെ മോഡിനെ തകർത്ത് കളയുക. RSSനെ മോഡിനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ തകർക്കാൻ വളരെ എളുപ്പമാണ്. തമിഴ്നാടിന് സ്വന്തം രാജ്യങ്ങൾ പ്രഖ്യാപിക്കാം, കേരളത്തിന് പ്രഖ്യാപിക്കാം, കാശ്മീരിന് പ്രഖ്യാപിക്കാം, പിന്നെ മറാഠയ്ക്ക് പ്രഖ്യാപിക്കാം.
ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഹൈജാക്ക് ചെയ്യുക. ഇത് ഇവരുടെ, നിങ്ങൾ കേൾക്കുമ്പോൾ തമാശയായി തോന്നും, പക്ഷേ ഇത് ഇവരുടെ ഒരു 100 വർഷത്തെ ടൈം എടുത്തുകൊണ്ടുള്ള പ്ലാനാണ്. നോർത്ത് ഈസ്റ്റിൽ അവർ 100 വർഷം ടൈം എടുത്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് വലയം, ക്രൈസ്തവൽക്കരണം ശരിയല്ല, പെന്തക്കോസ്ത് വൽക്കരണം പൂർത്തിയാക്കി, ബാപ്റ്റിസ്റ്റ് വൽക്കരണം പൂർത്തിയാക്കിയത് എല്ലാം നടന്നുകൊണ്ട് ഇന്നൊരു 75% ആയത് അതുപോലുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ ശക്തമായി പിന്തുണയ്ക്കേണ്ട സമയമാണ്. നമുക്ക് ദേശസ്നേഹം ഉണ്ടെങ്കിൽ ഈ തിരിച്ചറിവുണ്ടെങ്കിൽ, കാരണം ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രുക്കളല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ മിത്രങ്ങളല്ലല്ലോ, മുസ്ലിങ്ങളെ മിത്രങ്ങളുമല്ല. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന മാവോയിസ്റ്റുകളെയും ഇവിടെ ഉപയോഗിക്കുക അവർക്ക് സൗകര്യപ്പെട്ട സാധനം മാവോയിസവും ഇസ്ലാമുമാണ്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഹിന്ദുവിനെ തകർക്കും. ഹിന്ദുവിനെ തകർത്തിട്ട് എന്ത് ചെയ്യും അവർ? അടുത്തത് അവർ വരും. അവരുടെ ക്രിസ്ത്യാനിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പെന്തക്കോസ്തിൻ്റെ രൂപത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം വരും. ഇതാണ് അവരുടെ അജണ്ട. അമേരിക്കൻ സാമ്രാജ്യത്തിന് ജാതി മതമൊന്നുമില്ല, ഓൺലി മണി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ആകുമ്പോൾ സൂര്യൻ ക്രിസ്ത്യാനികൾ, കുറച്ച് ഹിന്ദു സ്വഭാവമുള്ള ആളുകൾ, ലാറ്റിൻ ക്രിസ്ത്യാനികളാണെങ്കിൽ കുറേ ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അവരുടെ ട്രഡീഷനുള്ള ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ സ്വാഭാവികമായിട്ട് ഇവർക്കെതിരാവും. അന്നപ്പോൾ അവരെ അടിച്ചമർത്തും. ഈ അജണ്ടയാണ് അവർ. നിങ്ങൾ ചോദിക്കാൻ ഭ്രാന്ത് പോലെ, പക്ഷേ ഇതാണ് അജണ്ട. ഈ അജണ്ടയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇപ്പം ബംഗ്ലാദേശ് കഴിഞ്ഞത്. ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ കൂടുതൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള, നമ്മളെ പഠിപ്പിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഫാസിസം മറ്റേ മറിച്ച്, ആ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നുകൊണ്ട് നമ്മൾ രാജ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട സമയമായി. അത് രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നാലും മോഡിയെ അവിടെ ഇരുന്നാലും. മാത്രമല്ല നമ്മൾ നേതാക്കന്മാർ വിജിലൻ്റ് ആയിരിക്കണം. ഇന്ദിരാഗാന്ധിയെ കൊന്നത് സ്വന്തം അംഗരക്ഷകരാണ്. അതിനുശേഷമുള്ള കലാപം നമ്മൾ കണ്ടതാണ്. അവരെന്തും ചെയ്യും. അവരെന്ന് വെച്ചാൽ ഇപ്പം മോഡിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള മുസ്ലിം മാവോയിസ്റ്റുകളായിരുന്നു. അവർ മാവോയിസ്റ്റുകളെ പിക്ക് ചെയ്യാൻ സാധിക്കും. വിലക്കെടുക്കാവുന്ന ഏതെങ്കിലും മുസ്ലിം നാമധാരി അവർ എടുക്കും. എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം വിരുദ്ധ കലാപം ഉണ്ടാവും. എങ്ങനെയാണോ പഞ്ചാബിലുണ്ടായത്, ആ കലാപത്തിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും മാറിയില്ല. മുസ്ലിം വിരുദ്ധ കലാപം ഉണ്ടായ ആ പേരും പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യക്ക് സാക്ഷ്യം കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യം. നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. കാരണം ഇവിടെ ലോകത്ത് അവരെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കാവോയിസ്റ്റിക് ആക്കുകയാണ്. ഉക്രൈനിൽ യുദ്ധമുണ്ട്, ഉക്രൈനിൽ അവരുണ്ടാക്കി വെച്ച യുദ്ധമാണ്. അസർബൈജാനിൻ്റെ അടുത്ത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ചുറ്റുമാണെങ്കിലും ഒക്കെ അസ്വസ്ഥതയാണ്. ബർമയിൽ ഇപ്പം അവിടെ ഒരു വിമത വിഭാഗം അവിടെ പല മേഖലകളും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർ അവർക്ക് അണ്ടർസ്റ്റ് ഉണ്ട് അവിടെ സാമ്പത്തികമായിട്ട്. അത് മറയ്ക്കാനും പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാനും അവരുടെ ദീർഘകാലത്തെ അജണ്ട നടപ്പിലാക്കാനും അവർ ഇന്ത്യ അടുത്ത മേജർ സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്താണ്. അതുകൊണ്ട് നമുക്ക് മോഡിയോട് വിയോജിപ്പുണ്ടാവും, നമുക്ക് RSSനോട് വിയോജിപ്പുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിനും ഏതൊന്നും കയറി നമ്മുടെ രാജ്യത്തിനെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന പരിപാടി, പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുകയും ജനങ്ങളെ ഇളക്കി വിടുകയും ചെയ്യുന്ന പരിപാടി നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭൂമി നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകും. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ അവർ മുസ്ലിംസിനെ വെച്ചുകൊണ്ടാണ് മുസ്ലിംസിനെ തകർത്തത്. ഇവിടെ അതായി ചെയ്യും. മുസ്ലിംസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഹിന്ദുവിനെ തകർക്കും. ഹിന്ദു തകർന്നു കഴിഞ്ഞാൽ മുസ്ലിം അനാഥനാണ് ഇന്ത്യയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.